സലീമും ഞാനൊരു റിലേഷൻഷിപ്പ് ഒരു പടത്തിന് സ്ക്രിപ്റ്റ് ബേസ്ഡ് അല്ല. അബു തൊട്ട് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. ഞാനത് പല സ്ഥലത്തും പറഞ്ഞാണ്, റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങളെങ്ങനെ വെച്ചാൽ ഒരു മനസ്സിന് രണ്ട് ദേഹന്മാരാണ്. അപ്പോൾ പത്തേമാരുടെ സീഡ് മനസ്സിൽ വന്നപ്പോൾ തന്നെ സലീമിനോട് പറഞ്ഞു. കുറേ സ്റ്റോറീസ് ഇങ്ങനെ സംസാരിച്ച് അവസാനം പത്തേമാരിൽ എത്തുമായിരുന്നു. ആ സ്റ്റേജ് തൊട്ട് ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഞാൻ ഇൻവോൾവ് ആണ്. അപ്പോൾ ഫ്രം ദ ചോയ്സ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ പത്തേമാർ ഒരു സ്ക്രിപ്റ്റായിട്ടല്ല എൻ്റെ അടുത്ത് വന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിൽ തന്നെ ഞാൻ പാർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എലിമെൻ്റ് പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സ്ക്രിപ്റ്റിൽ വന്നപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിരുന്നു. അതായത് ചാലഞ്ച്, അതായത് 50 കൊല്ലത്തെ കഥ, 4 കാലഘട്ടം, 4 വിഷ്വൽ പാറ്റേൺസ്, കളർ സ്കീംസ്, 4 കളർ സ്കീംസ്, ലെൻസിങ് ഡിഫറൻറ്റ്, ക്യാമറ മൂവ്മെൻറ്റ്സ് ഡിഫറൻറ്റ്. ഇതൊക്കെ ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. ജനറലി ഇപ്പോൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക 1965 ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റും 2015 കളറുമാണ് സാധാരണ ചെയ്യാറുള്ളത്. ഞങ്ങളത് റിവേഴ്സൊക്കെ ആലോചിച്ചു. അത് അപ്പോഴത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇപ്പോഴത്തെ കളറും ആക്കാനുള്ള കാര്യം വെച്ചാൽ സിനിമയുടെ ഹിസ്റ്ററി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ മനസ്സിലേക്ക് പോകാൻ നിശ്ചയിച്ചു. 65 യൂത്താണ്, 20 വയസ്സ്. അപ്പോൾ ഹോപ്പ്, അംബിഷൻ, ഫുൾ ഓഫ് എനർജി, വൈബ്രൻസി. അപ്പോൾ ആ സ്റ്റേജ് വളരെ കളർഫുള്ളാക്കാൻ നിശ്ചയിച്ചു. ലൈഫ് ഈസ് കളർഫുൾ ആ സമയത്ത്. 2015 ആണെങ്കിലും 70 വയസ്സായി. അപ്പോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കാനില്ല. അപ്പോൾ ആ സ്റ്റേജ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ നിശ്ചയിച്ചു. അപ്പോൾ ആ 65, 80, 97 അപ്പോൾ അങ്ങനെ കളേഴ്സ് കമ്മി കൊണ്ടുവരും. അതേമാതിരി തന്നെ ലെൻസിങ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 65 നോട്ട് മെനി ലോങ് ഷോട്ട്സ്, മിഡ് ഷോട്ടിലാണ് അധികം കഥ പറഞ്ഞിരിക്കുന്നത്. മിഡ് ഷോട്ടിൽ പറയുമ്പോൾ ക്യാമറ മൂവ്മെൻറ്റ്സ് കൂടും, പാനിങ്, ടിൽറ്റിങ്, ഫാസ്റ്റ് പാനിങ്, അങ്ങനത്തെ ഒരു എനർജി കിട്ടുന്ന ഷോട്ട്സ് ആയിരുന്നു. 80 ആകുമ്പോൾ കുറച്ചത് കുറയും, 97 പിരിഞ്ഞ് പറയും. ഇവിടെ ആകുമ്പോൾ എക്സ്ട്രീം ലോങ് ഷോട്ട്സും എക്സ്ട്രീം അതായത് ഒറ്റപ്പെട്ടു പോവുകയാണ്. ഈ ക്യാരക്ടർ ജീവിതമായിട്ട് ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ലോട്ട് ഓഫ് എക്സ്ട്രീം ലോങ് ഷോട്ട്. അങ്ങനെ ഒരു സ്കീമായിരുന്നു മനസ്സിൽ വന്നത്. അത് സലീമിനോട് പറഞ്ഞു. സലീം ഓൾസോ ലൈക്ക് ഡിറ്റ്. എന്നിട്ട് അതായത് ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സ്റ്റേജിൽ എനിക്ക് തോന്നി സിനിമയുടെ ഹിസ്റ്ററിയെക്കാളും ഇമ്പോർട്ടൻ്റ് ചെയ്യാനുള്ള മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ കളറിൽ നമുക്ക് പോവാം എന്ന് തോന്നുന്ന ഏതൊരു സ്റ്റേജിൽ മനസ്സിൽ വന്നതാണ്. അതെ, എപ്പോഴാണ് അതൊന്നും ഓർക്കുന്നില്ല. പെട്ടെന്ന് തോന്നിയെടുത്ത തോട്ടായിരുന്നു അത്. ഐ തിങ്ക് ഇറ്റ് വർക്ക് ഔട്ട് റിയലി വെൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ്. ഇല്ല, ഇതിനെപ്പറ്റി അങ്ങനൊരു ഡിസ്കഷൻ മമ്മൂക്കായിട്ട് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ ഹീസ് അവെയർ ഓഫ് ദാറ്റ്. പടം കാണുമ്പോൾ അതിൻ്റെ അതേപോലെ ഞാൻ ലോങ് ഷോട്ട്സിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ കളർ സ്കീം പറഞ്ഞിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. ഗാബ്രിയേൽ ഗാർഷ്യ മാർക്കസ് പറഞ്ഞ മാതിരി വയസ്സ് നമ്മൾ അറിയുന്നത് കണ്ണാടി നോക്കുമ്പോഴാണ്. മനസ്സിന് വയസ്സാവുന്നില്ല, മനസ്സെപ്പോഴും അതേ ചെറുപ്പത്തിലാണ്. എൻ്റെ മനസ്സെപ്പോഴും 17 വയസ്സാണ്. ആദ്യത്തെ പടം ചെയ്ത അതേ സ്പിരിറ്റിലാണ് ഇപ്പോഴും. അതുകൊണ്ടായിരിക്കും എനിക്ക് വളരെ യങ്ങസ്റ്റായിട്ടുള്ള മനോരഞ്ജൻ ശ്യാമിനോടും ചെയ്യാൻ പറ്റി. ആ മനോരഞ്ജൻ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ 19 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹി വാസ് ഓൾമോസ്റ്റ് ദ യങ്ങസ്റ്റ് ഡയറക്ടർ ഇൻ ദ വേൾഡ് എന്നിട്ട്. അതേ സമയത്ത് 78 വയസ്സായിട്ടുള്ള GVAരോട് എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്നിച്ചിട്ട് GVAയുടെ പടം കഴിഞ്ഞിട്ടാണ് ഞാൻ മനോരഞ്ജൻ്റെ പടം ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മെയിനായിട്ടും
ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ടർ. കഥ മാത്രമല്ല, ഡയറക്ടർ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് ഇൻ ഹിസ് മൈൻഡ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈ ഡിസിഷൻ ടു ഡു എ ഫിലിം ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ്. ഇപ്പോൾ കഥ, സ്ക്രിപ്റ്റ് ഒരു വശം, പക്ഷെ ആ ഡയറക്ടറോട് എനിക്ക് എത്രത്തോളം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗ് ബഡ്ജറ്റ്, ലോ ബഡ്ജറ്റ്, കമേഴ്ഷ്യൽ, നോൺ കമേഴ്ഷ്യൽ, അതൊന്നും എനിക്കൊരു ക്രൈറ്റീരിയ അല്ല. ഞാൻ വളരെ കമേഴ്ഷ്യലായിട്ടുള്ള കമേഴ്ഷ്യൽ ഡയറക്ടർ വെങ്കടേഷിനോട് ഫിലിം ചെയ്തിരുന്നത്. ഇൻഡസ്ട്രി വാസ് ഷോക്ക്ഡ്. അത്രയും കമേഴ്ഷ്യൽ, പക്ഷേ ഞാൻ റിയലി എൻജോയ് ചെയ്തു അപ്പോൾ പടം. വി ഗോട്ട് എല്ലാം റിയലി വെൽ. അതേ സമയത്ത് പ്യുവർ സോക്കോൾ ആർട്ട് ഫിലിം മാത്രം ചെയ്യുന്നവരോടും ചെയ്തിട്ടുണ്ട്. മനോരഞ്ജൻ ശ്യാമളിൻ്റെ $40 million ഫിലിം ചെയ്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് കുഞ്ഞുമോഹൻ്റെ 10 lakhs പ്രോജക്റ്റാണ് ചെയ്തത്. ഐ ലൈക്ക് ദാറ്റ്. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ബ്രെയിൻ ഓപ്പൺ അപ്പ് ആവുള്ളൂ. അല്ലാതെ ഒരേ യോട്ടയിൽ നമ്മളിപ്പോൾ ഹൈ ബഡ്ജറ്റ് ഫിലിം മാത്രം ചെയ്ത് അത് ചക്കയിൽ പോകും. അത് കഴിഞ്ഞിട്ട് ലോ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു തിങ്ക്. അതിൻ്റെ ഫെസിലിറ്റീസും എക്യുപ്മെൻറ്റ്സും എല്ലാം ലിമിറ്റേഷൻ ആയിരിക്കും. അവിടെ നമ്മുടെ ഇൻജന്യൂറ്റിയാണ് ആവശ്യം. അപ്പോൾ ഐ റിയലി ലവ് ദാറ്റ്, ജമ്പിങ് ഫ്രം വൺ ബിഗ് ഫിലിം ടു ലോ ഫിലിം. എപ്പോഴും ഞാൻ ചെയ്യുന്നത്, ഒരു വലിയ ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ ഐ ടേക്ക് എ ബ്രേക്ക്, അറ്റ്ലീസ്റ്റ് 2-3 സ്മോൾ ഫിലിം. വലിയ ഫിലിംസ് ചെയ്യണം എന്ന് വെച്ചാൽ കാശായിലാണ് ആഹാരം കിട്ടുന്ന. സോ ദാറ്റ് ഓൾസോ ഹാസ് ടു ബി ബാലൻസ്ഡ്.